നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സാക്ഷ്യങ്ങളും പ്രബോധനം വലിയവനായ ദൈവം നമുക്ക് നൽകി. കർത്താവ് നമ്മെ അത്ഭുതകരമായ ജയത്തോടെ നടത്തിക്കൊണ്ടിരുന്ന കർത്താവിന്റെ സ്തുതിക്കുന്നു. എന്റെ മുമ്പിലുള്ള പരിമിതമായ സമയത്തിനുള്ളിൽ ഒരു ചെറിയ സന്ദേശം അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. എവിടെ വെച്ച് തുടങ്ങണം, എന്ത് തുടങ്ങണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ദൈവം മക്കൾ വളരെ പ്രാർത്ഥനയോട് ദൈവത്തിനായിരുന്നാൽ ഈ പകൽക്കാലം കർത്താവ് സംസാരിക്കും. നല്ല കർത്താവാണ് നമ്മുടെ നടുവിലുള്ളത്. അവന് ആർക്ക് വാഗ്ദത്തം നൽകി? അവൻ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ നല്ലവനായ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ വേദനയിലും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം തള്ളിക്കളഞ്ഞാലും നമ്മെ വിട്ടു പിരിയാത്തവനായ നമ്മുടെ കർത്താവ് എപ്പോഴും കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണ്, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടിനെ പോലെ അയക്കുന്നു. അവനാണ് ചെന്നായിയുടെ നടുവിൽ കുഞ്ഞാട് ചെന്നാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിനേ ഉള്ളൂ, അടിച്ചു കീറും. പിന്നെന്തിനാണ് കർത്താവ് പറഞ്ഞത്? ഹല്ലേലൂയ, ഈ കുഞ്ഞാടിന്റെ മുകളിൽ ഇസ്രായേൽ ഗോത്രത്തിന്റെ സിംഹമാണ്. ഹല്ലേലൂയ, നിന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആമേൻ. കഴുതയ്ക്ക് ആമേൻ മാന്യത കിട്ടി. യേശു ക്രിസ്തു ആമേൻ കഴുതയുടെ വാഹനമേറി വരുന്നുണ്ട്. ജനമെല്ലാം പാട്ടുപാടി. മറു ദിവസം അറിയാമേ യെരൂശലേമിൽ വരുന്നുണ്ടെന്ന് ജനങ്ങളെ കുരുത്തോലകൾ വെട്ടി ആമേൻ റോമാരെ കേട്ട്. എന്തുകൊണ്ട്? കഴുതയെ കണ്ടതുകൊണ്ടാണോ? ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ മുകളിൽ വസിക്കുന്നവനായ ആമേൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ മാന്യത കിട്ടി. ആമേൻ. ഇതുപോലൊരു കഴുതയുടെ പുറത്ത് ബിലയാം കയറി. എന്താണ് കഴുതയ്ക്ക് കിട്ടിയത്? പൂരവടിക. ഇന്നലെ പകൽക്കാലം വിലയാമല്ല, നമ്മുടെ കർത്താവ് നമ്മുടെ മേൽ വസിക്കണം. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കട്ടെ. കേട്ടത് എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം, ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ശുശ്രൂഷയിൽ പ്രവേശിക്കാം. കുരങ്ങനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുരങ്ങനെ പിടിക്കുന്നത്? നല്ല വലിയ ഒരു കരിക്ക് അടത്തിയിട്ട് ഒരു ചെറിയൊരു സുശീലമിട്ട് ആ കുരങ്ങുള്ള സ്ഥലത്ത് കൊണ്ടങ്ങ് വെക്കും. കുരങ്ങിത് വിരലെടുത്ത് നോക്കി നക്കി നോക്കുമ്പോൾ പിടിച്ചു അവ കുടിക്കും. എങ്ങനെ പരിശ്രമിച്ച് കൈ ഉള്ളിലാക്കി ഇവനെല്ലാം വടിക്കും. വടിച്ചു കഴിഞ്ഞാൽ പിടിവിടത്തില്ല. ഈ ആള് വരുന്ന കണ്ട ഈ കരിക്കും കൊണ്ടുപോയി കിട്ടിയത് അവൻ വിടത്തില്ല. അവൻ തുറക്കാൻ അറിയത്തില്ല. അങ്ങനെയാ കരിക്കിനെ പിടിക്കുന്നത്. അതുകൊണ്ട് കേട്ട വചനം ഇന്ന് കുരങ്ങിനെ പോലെ കിട്ടിയത് വിളിച്ചു വിചാരിച്ചു. Praise the Lord. Hallelujah. Hallelujah. എനിക്കറിയത്തില്ല. ഞാനൊരു ഡെമ്മി ആയിട്ട് ഇവിടെ നിൽക്കാൻ പോകും. എനിക്കൊന്നും അറിയത്തില്ല. കർത്താവ് എന്തെങ്കിലും തരണം. അതുവരെ നിങ്ങൾ സ്വോത്രം പറഞ്ഞു. ഹല്ലേലൂയയുടെ മഹത്വം കൂടെ ഞാൻ പറഞ്ഞു. എന്റെ ഒരു സുഹൃത്ത് തമിഴ്നാട് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ രാത്രി ഭാര്യയുമായി ഒരു ബുള്ളറ്റിൽ യാത്ര തിരിച്ചു വരുമ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ഓ ദൈവദാസനെ, നിങ്ങൾ മടങ്ങി പോകുന്ന വഴിയിൽ അവിടെ വലിയ പിടിച്ചുപറിയുണ്ട്. ദൈവദാസൻ പറഞ്ഞു, ഈ ദൈവദാസന് ഒരുത്തരും പിടിക്കത്തില്ല, ഒരു പ്രശ്നമില്ല, എനിക്ക് പോകണം, ഞാൻ പോകാൻ പോകുന്നു. ബുള്ളറ്റിൽ യാത്ര തിരിച്ചുകൊണ്ട് രാത്രി 1 മണിക്ക് യാത്ര ചെയ്തുകൊണ്ട് തമിഴ്നാട് തെരുവിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ 2 കടാരി പിടിച്ച് 2 ചെറുപ്പക്കാർ എണ്ണ തേച്ച് ഒരു മുള വിലങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഓടി വരുന്ന പാസ്റ്റ് ആ വെളിച്ചം കണ്ടപ്പോ സഡൻ ബ്രേക്ക് ചവിട്ടി പുറകിൽ ഭാര്യ ഇരിക്കുന്നു. കാണുന്ന കാഴ്ച, ഭാര്യ അവിടെ പുറകിൽ. ഹല്ലേലൂയ. ഉടനെ പറഞ്ഞു, ഇത് പെന്തിക്കോസ്തുകാരെ കമ്മലും ആലോചിച്ചു എന്തെങ്കിലും സ്വന്തം പറ. ശരി, നമുക്ക് തുടങ്ങാം. ദൈവാത്മാവ് ഒരു വാക്യത്തിൽ നമുക്ക് അങ്ങ് തുടങ്ങാം. സ്തോത്രം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 20 verse 23 and 24. അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 23-ഉം 24. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ആകാശം ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളിവിടെ ഡമ്മിയായി നിൽക്കും.
കർത്താവ് സംസാരിക്കുന്നു. ഞങ്ങളുടെ ഒരു കാര്യം പറയുവാനിട വരട്ടെ. രാജാവായ കർത്താവിന് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഉയർത്തി കാട്ടുവാൻ അധിവസിക്കുന്ന സൈന്യങ്ങളെ നാമത്തിൽ വിളിക്കപ്പെടുന്ന പക്ഷകത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുവാൻ അവിടെ കൃപ നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോസ്തലനായ പൗലോസ്, നമുക്ക് എല്ലാവർക്കും ഈ ഭാഗം അറിയാം, തന്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ താൻ മിലേത്തോസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. പരിശുദ്ധാത്മാവ് പൗലോസിനെ ഒരു പന്തെടുത്ത് അവൻ ഉപയോഗിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് പൗലോസിനെടുത്ത് ഉപയോഗിക്കുവാൻ തുടങ്ങി, ചലിപ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ പൗലോസിനെ അവൻ ചലിപ്പിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ട് വേഗത്തിൽ അവിടെ ഇരിക്കുന്ന ചില ആളുകളെ വിളിച്ചു വരുത്തി അവർക്കൊരു സന്ദേശം കൊടുത്തു. നിങ്ങൾ ചെന്ന് എഫേസോസിലുള്ള മൂപ്പന്മാരോട് ചെന്ന് വിവരമറിയിക്കണം, പൗലോസ് ലീഹാകുന്ന ഞാൻ വിളിച്ചത് എത്രയും പെട്ടെന്ന് എന്റെ അടുക്ക വരണം. ഈ എഴുത്തിലെ കൊണ്ട് അവർ ചെന്ന് അവൻ എഫേസോസിനായിട്ട് ഇത് വായിച്ച് ശീഘ്രത്തിൽ പൗലോസിന്റെ അടുക്ക വന്നപ്പോൾ അവരോട് പറയുന്ന ഒരു വാചകമാണ്. എന്താ അവരോട് പറയാണ്? ബന്ധനങ്ങളും കഷ്ടങ്ങളും ആസ്വദിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പറയും. എന്താണ് ബന്ധനങ്ങളും കഷ്ടങ്ങളും? നമ്മൾ ധരിക്കുന്ന എന്താ ബന്ധനങ്ങളും കഷ്ടങ്ങളും? പൗലോസിനെ മനസ്സിലായി പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പൗലോസിനെ നടത്തുവാൻ ആരെല്ലാം എന്തെല്ലാം ധരിച്ചാലും ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ ഒരു മനുഷ്യന്റെ പകൽക്കാലം അഴിക്കുവാൻ കഴിയത്തില്ല, അടയ്ക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഒരു വാതിൽ അടച്ചാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ തുറക്കുവാൻ സാധ്യമല്ല. കഷ്ടങ്ങളെ കാത്തിരിക്കുന്നു പറഞ്ഞപ്പോൾ പൗലോസ് എന്താണ് പറഞ്ഞത്? എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിനെ സാക്ഷ്യം പറയുന്നതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ എനിക്കിത് കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ദൈവമക്കളാണ്. നിങ്ങൾ ആരും ധരിക്കുന്നത് വലിയ സുഖത്തിലെ സന്തോഷത്തില് ഞാൻ ഒരേറെ ശുശ്രൂഷ ചെയ്യുന്നതാണ്. എത്രയോ കഷ്ടതയിലും വേദനയിൽ കൂടെ കടന്നുപോയിട്ടാണ് കർത്തദാസന്മാര് ശുശ്രൂഷയില് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുകയാണ്, ഏലിയാവ് ആഹാബിനൊക്കെ ചിന്തിച്ചു പോലെ ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു മഴയും മഞ്ഞും പെയ്യാതെ 3.5 വർഷക്കാലം മുട്ടുമേൽ മടക്കി പ്രാർത്ഥിച്ച ദൈവദാസൻ സാറാഫിന്റെ വിധവകൾക്ക് ചെല്ലുമ്പോൾ പറയാണ്, എനിക്കിത്തിരി കുറച്ച് അപ്പക്കഷണം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ വിചാരിക്കരുത് എത്രയോ ദൈവദാസന്മാർ സുഖകരമായി ജീവിച്ചതല്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അന്യദേശത്ത് ചെന്ന് സ്ത്രീയുടെ മുമ്പിൽ വിരൽ നീട്ടി എങ്കിൽ പോലും ദൈവം നമ്മെ മാനിക്കുന്നവനായ ദൈവമാണ്. എന്റെ ഓട്ടം എനിക്ക് തികയ്ക്കണം. എന്റെ ഓട്ടം, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിരുന്നില്ല. സമയം ചുരുക്കമാണ്, വേഗത്തിൽ ശ്രദ്ധിക്കാം. നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോസ്തലനായ പൗലോസ് പറയാണ് 11-ാമത്തെ അധ്യായത്തിൽ അവനാലും വിശ്വാസത്തിന്റെ വിരുദ് പ്രാപിച്ചവരുടെ വലിയൊരു ഗണത്തെ അവൻ എടുത്തൂന്നി അടിവരയിട്ട് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം എബ്രായ വിശ്വാസികളോട് പറയാണ്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സ്വദേശം അറിയാമല്ലോ, ബാബുച്ചൻ അറിയാം, കുമ്പനാടാണ്. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എന്റെ പപ്പയോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ പപ്പ ഈ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഈ പാറക്കല്ല് കൊണ്ടുള്ള 2 തൂണ് നിർത്തി ഇങ്ങനെ അതിന്റെ കുറുക്കൊരു തൂണ് നിർത്തിയിരിക്കുന്നത്? എന്തിനാ പപ്പ ഇങ്ങനെ നല്ല കല്ലല്ല നമുക്ക് വീട്ടിൽ കൊണ്ടുവരുന്നത്? മോനെ, അതിനല്ല. ഇത് ചില വർഷങ്ങൾക്ക് മുമ്പ്
ഹല്ലേലൂയ, സ്തോത്രം. വാഹന സൗകര്യമൊന്നും ഇല്ലാത്തപ്പോൾ ചന്തയിലെ സാധനം കൊണ്ട് വിൽക്കാൻ വേണ്ടി ആമേൻ തലയിൽ ചുമട് എടുത്തുകൊണ്ട് കാച്ചില്, ചേന, കപ്പ, തേങ്ങ മുതലായവെല്ലാം കൊട്ടയ്ക്കകത്ത് നിറച്ചുകൊണ്ട് തലയെ വെച്ചുകൊണ്ട് യാത്ര ചെയ്തു പോകുമ്പോൾ പെടലി വല്ലാതെ കഴച്ചു വരുമ്പോൾ ആരുടെ സഹായമില്ലാതെ സ്വയമേ ഇറക്കി വെക്കുന്ന ചുമട് താങ്ങിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പാപമംഗിലമായ ലോകത്ത് നീ കഷ്ടപ്പെട്ട് ദൈവമേ എനിക്ക് ഈ ഭാരം ചുമക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ നല്ലവനായ ചുമട് താങ്ങിയാകുന്ന കർത്താവുണ്ട്. നിനക്ക് വേദന തോന്നുമ്പോൾ, കഷ്ടം തോന്നുമ്പോൾ, ഭാരമായി തോന്നുമ്പോൾ നിനക്ക് ചുമക്കുവാൻ ഇന്ന് മകക്കാലം ഒരു ചുമട് താങ്ങിയുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായിട്ടുള്ളവര് എന്റെ അടുക്കൽ കടന്നു വരുകയും ഞാൻ നിങ്ങളെ ആശിക്കുന്നു. നിങ്ങളെങ്ങും പോകണ്ട, നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ കർത്താവോട് നിനക്ക് വേദന വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, അയ്യോ എനിക്ക് ഓടുവാൻ സാധ്യമല്ലാന്ന് പറയുമ്പോൾ ആമൻ നിന്റെ ചുമടെടുത്ത് കർത്താവ് ചുമട് താങ്ങിയായോണ്ട് നീ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. അടുത്തവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുറുകെ പറ്റുന്ന നമുക്ക് ഫിലിപ്പ് ഞാൻ കെ.സി. തോമസ് പാസ്റ്ററിനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പി.എം. ഫിലിപ്പ് സാറ് പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ കടമെടുത്തുകൊണ്ട് പറയുകയാണ്. തമാശയിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പലരും കേട്ട് കാണും. അദ്ദേഹത്തിന്റെ സഭയിൽ ഒരു നല്ല ഒരു അമ്മാമയുണ്ട്, വലിയ വണ്ണമുള്ള ഒരു അമ്മാമയാണ്. അച്ഛൻ തീരെ പി.എം. തോമസിനെ പോലെ ഒരു അശുവായ അച്ചായൻ. രണ്ടുപേരെ സാക്ഷി പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയപ്പോൾ അമ്മാമ ഇറങ്ങി പി.എം. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇദ്ദേഹത്തോടുകൂടി ജീവിക്കുന്നില്ല, കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഈ ഭാരം തുടങ്ങിയതാണ്, ഞാൻ ഇറങ്ങിപ്പോവുക. അയ്യോ അമ്മാമേ, സകല പ്രശ്നങ്ങൾക്ക് ഉത്തരം യേശുവാണ്, വിട്ടു പോകരുത്. ഇല്ല, കേട്ടില്ല. വീട്ടിൽ ചെന്ന് ഒരു വള്ളം കൊട്ടയെടുത്ത് അവൻ വേവിച്ചു വെച്ച കഞ്ഞിയും അവൻ കാച്ചിയ പോലും അവൻ ഇറച്ചി ഒലുത്തിയതെല്ലാം എടുത്തു വെച്ച് പൊക്കാൻ വയ്യ. അടുത്ത വീട്ടിൽ ചെന്ന് ഒരു പൊടിയനെ വിളിച്ചോണ്ട് വന്ന് അവൻ ഈ കൊട്ടയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് മൈലുകൾ നടന്ന് വയറ് വെച്ചപ്പോൾ വഴിയിരിക്കുമ്പോൾ ആരോ വെള്ളം കോരുന്ന കണ്ട് ചാക്കൊച്ച ഒന്ന് ഇറക്കിത്താന്ന് പറഞ്ഞ് ഇറക്കിത്തന്ന് കൈയൊക്കെ കഴുകി സ്തോത്രം മൂടിയിരുന്ന ഈ വള്ളം കൊട്ട നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ തുണി ഒന്ന് മാറ്റിയപ്പോൾ അവരുടെ അച്ഛൻ തലപൊക്കി നോക്കുന്ന കൊട്ടായിരുന്നു. കൊടിയനെ വിളിക്കാൻ പോയ സമയത്ത് അച്ഛൻ ഇത്രയേ ഉള്ളൂ, സാധനം മാറ്റി ചുരുട്ടി കൂട്ടി ഇപ്പൊ അച്ഛന്റെ ഭാരം കൂടെ അമ്മാമ ചുമന്ന് ദൈവ പൈതലെ ഹല്ലേലൂയ, നീ മറന്നു പോകരുത്. ഈ വിഷയുടെ മകക്കാലം മറക്കരുത്. ഹല്ലേലൂയ, കർത്താവിന്റെ മേലിട്. അടുത്തത് മുറുകെ പറ്റുന്ന ഭാവം. ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, ജനത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, ആഭിചാരം, ഭഗ, പിണകം, ജ്ഞാനശങ്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. ഇവിടെ ആരില്ല, സഭയിൽ അതേ ഉള്ളൂ. നല്ല സാരി ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ അവള് പാടുന്ന ഇന്ന സാരി കാണിക്കാൻ ഇവിടെ കേട്ടോ, നിങ്ങളെവിടെയോ ഈ വക പ്രവർത്തിക്കുന്നവരാരും ക്രിസ്തുവിന്റെ അതേ ഭാവം. എവിടെങ്കിലും ഒരു ജോലി സ്ഥാനത്ത് അവന് ഒരാളെ ദൈവമാക്കിയാൽ നമ്മളെ കൊണ്ട് അവർക്കൊരു ആശ്വാസമായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈപ്പല്ല, ഒരു മധുരത്തിന്റെ അനുഭവം നമ്മുടെ നാവിൽ നിന്ന്, ശിഷ്യന്മാരുടെ നാവിനെ ആണ് ദൈവം നമുക്ക് നൽകിയത്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരം മുറുകെ പറ്റുന്ന ഭാവം വിട്ട് എങ്ങനെ ഓടുന്നത്? ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. ഫിലിപ്പിയർ 3:14 കൂടെ വായിക്കാം. ഫിലിപ്പിയർ 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ജാക്കിലേക്ക് ഓടുന്നു. പൗലോസ് പറയാണ്, ഒന്ന് ഞാൻ forget those things which are behind and go forward. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ എങ്ങനെ ഓടണം? ഉമ്മനാട്ടിയത് പപ്പ ആമെ മാങ്ങയൊക്കെ കൊണ്ടുവരും, എല്ലാം പച്ച മാങ്ങയാ, കച്ചിലൊക്കെ ഇടും. നല്ല പഴുത്താലേ മമ്മി എരിയുള്ളൂ. മമ്മി കാണാതെ ഞാനും ഞങ്ങള് അവിടെ ഇരിക്കുന്ന വാർത്തകളൊക്കെ അറിയാം, ചെന്ന് ഞങ്ങൾ ഒരു കൈകാര്യം ചെയ്യും, നല്ലോണം ഞെക്കി അങ്ങ് പഠിപ്പിക്കും. എന്നാൽ മമ്മിയെ കൊണ്ടുവന്നു, എനിക്ക് കൊണ്ടുവരണം, ഞെക്കി നോക്കട്ടെ എന്ന് പറയും. ഞങ്ങൾക്ക് മാങ്ങെടുത്ത് കഴിയാം. അതുകൊണ്ട് കടിക്കുമ്പോഴാണ്
ഞെക്കി പഠിപ്പിച്ച് എങ്ങനെ ഇരിക്കും? സ്വയം ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറയ്ക്കുക, മുൻപിലുള്ളതിന് എങ്ങനെയാ ഓടേണ്ടത്? അവിടേക്ക് നമ്മളിങ്ങനെ വായിച്ചു വിടും. ഞാൻ ഒരു അടുത്ത സമയത്ത് ഞങ്ങളുടെ നാരായണച്ചിറയില്, ഞാൻ ട്രിവാൻഡ്രത്താണ്, ഒരു ചേരിയില് സിമെന്റ്, ചല്ലി, മണ്ണ് എല്ലാമായിട്ട് ഒരു വർണ്ണ വയോധികനായ ഒരു അപ്പച്ചൻ ഉന്തുവണ്ടി പിടിച്ചോണ്ട് പോകുമ്പോൾ അവ ഇടയ്ക്കിടയ്ക്ക് കാലൊക്കെ അങ്ങ് പൊങ്ങുന്നു. ഞാൻ വഴിയിൽ നിന്ന് പലരും വിളിച്ച് പെട്ടെന്ന് നിന്ന് ഞാൻ ഓടിച്ചെന്ന് വിളിച്ചു. തള്ളിത്തട്ട, അങ്ങനെ വേണ്ട, രണ്ടുപേരും കൂടെ വിളിച്ച് തള്ളട്ടെ എന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. ഞാനൊരു ശബ്ദം പുറപ്പെടുവിക്കും, അന്നേരം തള്ളിയാൽ ഇത് തേടി കയറത്തുള്ളൂ, ഞാൻ കയറത്തില്ല. ഞാൻ 28 വർഷം കൊണ്ട് ഉന്തുവണ്ടി പിടിക്കും. എങ്ങനെയാ? അപ്പറ്റ വന്ന വയോധികനായ അപ്പറ്റ പറഞ്ഞു ഏലോ എന്ന് പറയുമ്പോ നിങ്ങളെല്ലാം ഐലസാന്ന് പറയണോ? അദ്ദേഹം ഏലോ പറഞ്ഞു, ഞങ്ങൾ ഐലസാന്ന് തള്ളിയപ്പോൾ നിമിഷ നേരം കൊണ്ട് കയറി. അതെവിടെയാണ് അർത്ഥം? ഒന്ന് ഞാൻ ചെയ്യും, പിൻപിലുള്ളതിനെ മറന്നു, മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവീരനായി വിരോധത്തിലിരിക്കുമ്പോ പറഞ്ഞു, കൈവച്ചതിന് ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് ഫലാകുന്നവനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ മനോഹരമായ ഒരു സംഭവം നടന്നു. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് ജോലി ചെയ്യുമ്പോൾ ഈ തിരുവല്ലയിൽ നിന്ന് ചെങ്ങന്നൂർക്ക് പോകുമ്പോൾ കല്ലിശ്ശേരി പാലത്ത് ഇപ്പൊ 2 സൈഡില് സിഗ്നൽ ലൈറ്റ് ഉണ്ട്. നമ്മുടെ കരുണാകരൻ രാഷ്ട്രീയ പറയില്ല വാക്ക് കൊടികുത്തി വാങ്ങുകൊണ്ടിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി നിൽക്കുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് പ്രസംഗിക്കാൻ വന്നപ്പോ എല്ലാ പാലത്തിനും അപ്പുറത്തല്ല, പന്നിപ്പാലത്ത് എനിക്കൊണ്ടെന്ന് അറിയത്തില്ല, അവിടെ ഉണ്ടായിരുന്നു. വണ്ടികളെല്ലാം നിന്ന് ഞാനും തൊട്ടടുത്തിരിക്കൊണ്ട് ഒരു ആളവണ്ടിക്കാരനുണ്ട്. പലപ്പോഴും വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ചെങ്ങന്നൂർ കൊണ്ടുവന്ന് റേഷൻ കട കൊണ്ട് കൊടുക്കാനുള്ള സാറ് വിടണം. രക്ഷയില്ല. അദ്ദേഹം പല പ്രാവശ്യം ഫോഴ്സ് ചെലുത്തിയപ്പോൾ ഒരു സ്ഥലം പറഞ്ഞു, ഞാൻ സമ്മതിക്കാം, അപ്പുറത്തിരിക്കുന്ന ആള് സമ്മതിക്കണം. ഓക്കെ ശരി, അവിടെ ചെന്നേച്ച് പറഞ്ഞു. ഒരുപാട് സമയം, ഇപ്പൊ മണിക്കൂർ 2-3 വയർലെസ് സന്ദേശം വല്ല കിട്ടി, ഒന്നും കിട്ടിയില്ല. എന്ത് ചെയ്യണം? ചാക്കോ കാവണ്ടി നിറച്ചു അരിയും പഞ്ചസാര ഗോതമ്പൊക്കെ ആയിട്ടുണ്ട്, അദ്ദേഹത്തിന് മാത്രം ഒന്ന് കടത്തി വിടാമോ? എങ്ങനെയാ? ശരി, എന്ന് വിട്ടാരെ തിരിച്ചു കൊണ്ടുവന്നു. എന്റെ പേര് മത്തായിച്ചൻ. ഞങ്ങളുടെ തൊപ്പി തെറിക്കുന്ന കാര്യമാണ്, ചീർച്ചതാഴ്ച പൊക്കോളാം. നിമിഷം കയറി ചാടി കാളയുടെ 2 ഞങ്ങൾ നോക്കുമ്പോ വാള ചൂണ്ടിച്ച് ഒരു ഭാഗം ചാട്ടവറുണ്ട് അടിച്ച് തെറിപ്പിച്ച് പോകുമ്പോൾ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് ഒറ്റ നടുവിൽ കാളവണ്ടി കോൺഗ്രസ്സുകാരുടെ കരുണാകരനും എസ്കോട്ടുമായിട്ട് കല്ലിശ്ശേരി പാലം നടുവിൽ. പോലീസുകാരുടെ ഡയലോഗ് തന്നെ മാറി. സാറേ ഞങ്ങൾ പറഞ്ഞത് വലിയ കയറിയെന്ന് എന്താ പറഞ്ഞത്? കുറെ നിമിഷം സമയം അങ്ങോട്ട് എടുത്തപ്പോൾ ഇങ്ങോട്ട് എടുത്തൂടെ പുറകോട്ട്. സാറേ ഇത് റിവേഴ്സ് ചെയ്യാറില്ല. എന്നാ ശരി, കരുണാരം പുറകോട്ട് എടുത്ത് സ്വന്തം പറ. ഒന്ന് ഞാൻ ചെയ്യുന്നു, മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദ്ധനായി ഞാൻ ലാച്ചിലേക്ക് ഓടുന്നു. എത്ര കഷ്ടത പ്രയാസം വരട്ടെ, ഹല്ലേലൂയ. ദൈവമക്കളെ നാം തീയിൽ കുരുത്തത തീയിലത്ത് വാഴത്തില്ല. ഹല്ലേലൂയ. എത്ര സുവിശേഷ വിരോധികൾ എത്ര വേറെ തിരിച്ചാലും സുവിശേഷത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ അവിടെ ഇവിടെ 2 സെയിൽസിനൊക്കെ കൊന്നു കളഞ്ഞത് വന്നേക്കാം. പക്ഷേ അവനത് ഇരട്ടി ശക്തിയോടെ ദൈവജനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിലും ഭക്ത എന്നിലും ശക്ത
Forget those things which are behind. പിൻപിലുള്ളതിനെ മറയ്ക്കുക. ഭാഗ്യ സഹന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിക്കുക. ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധികളെ യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? നമ്മളൊക്കെ പണ്ട് പഠിച്ചോണ്ടിരിക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ബ്ലൗസ് ഇവിടം വരെയാ, പ്രായം ചെല്ലുന്തോറും അത് മേളോട്ടാ പോകുന്നത്. നോ 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 നോ. ഈ ലോകത്തിന് നീ എന്ത് ചെയ്യരുത്? അനുരൂപരാകരുത്. ക്ഷമിക്കണം, ഞാൻ അറിയാൻ പറഞ്ഞത് ക്ഷമിക്കണം. നെക്സ്റ്റ്, ഗലാത്യർ 5:7 വാക്യം വായിച്ചു. ഗലാത്യർ 5:7. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു. ഇറങ്ങിയ സമയത്ത് അവര് നന്നായി ഓടിയിരുന്നു സത്യം. എന്നാൽ സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ 6 തടുത്തു. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളെ കണ്ണിന് മുൻപാകെ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കത്. ഇറങ്ങിയ സമയത്ത് അവര് നന്നായി മനോഹരമായി ഓടിയിരുന്നു. ഇപ്പോൾ സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ തടുത്തതാ. ഇറങ്ങിയ സമയത്ത് നമ്മൾ നന്നായി ഓടിയിരുന്നു, പലതും ചെയ്തു. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട്? എങ്ങനെയാണ് നമ്മുടെ ഓട്ടം? എങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം? ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളൊന്ന് ഒന്ന് പരിശോധിക്കുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരായിരുന്നു. കേട്ട വചനം അത് വിശ്വാസമായി പരിണമിക്കാഞ്ഞുകൊണ്ട് കേട്ട വചനം കൊണ്ട് അവർക്ക് എന്തുണ്ടായില്ല? ഉപകാരമുണ്ടായില്ല. അവരെ പോലെ നാമും ദൈവത്തിന്റെ വചനം കേട്ട വചനം നമുക്കത് വിശ്വാസമായി പരിണമിക്കും. നന്നായി നമ്മൾ ഓടണം. നമ്മളെപ്പോഴും പറയാറുണ്ട്,